ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മക്കളുടെ കാര്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജാത മുറിയിലേക്ക് പോയപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് നിത്യയും ശരവണനും. എന്നാൽ ഇവിടെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒന്നും അറിയാതെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ജ്യോതിയെ ചേർത്ത് പിടിച്ച് നിത്യ കരയുമ്പോൾ സുജാതയും മുറിയിലിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സന്തോഷത്തിലാണോ എന്തോ ഒരു ഭാവത്തിൽ ജീവൻ മുറിയിലിരിക്കുന്നു. ഷൂസൊക്കെ ഊരി മാറ്റിയിട്ട് ബെഡിൽ കിടക്കുകയാണ്. എന്തോ ഒരു സന്തോഷം ആണോ സങ്കടമാണോ എന്ന് പറയാത്ത ഒരു വിധമാണ് ഇപ്പോൾ ജീവന്റെ ആ മുഖഭാവം. ഇതേ സമയം രാത്രിയിൽ ഹരിയെ ഓർത്തിരിക്കുകയാണ് സാംസ്. തൻ്റെ കാറ് പൊട്ടിത്തെറിച്ചതും അതിലൂടെ ഇങ്ങനെ വിജയിച്ച മട്ടിൽ ഹരി വന്നതും അങ്ങനെയൊക്കെ ഇപ്പോൾ ഹരിയെ സ്വപ്നം കണ്ടിരിക്കുന്നു. ഹരിയും താനുമായിട്ടുള്ള നിമിഷം ഓർക്കുകയാണ് സാംസ്. ഒരു പ്രണയ ഗാനം തന്നെ ഓർക്കുകയാണ്. അതിൽ പ്രണയത്തോടെ ഡാൻസ് ചെയ്യുന്ന സാംസ്. അവിടേക്ക് ഹരി എത്തി. രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു റൊമാൻറ്റിക് ഡാൻസ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഹരി സാംസിന് വേണ്ടി ഒരു സമ്മാനം കൊടുക്കുന്നതും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഹരി അത് സാംസിൻ്റെ കൈകളിലേക്ക് വിരളിലേക്ക് ഇട്ട് കൊടുത്തതും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാംസിൻ്റെ സ്വപ്നം. ഇപ്പോൾ ഹരി ബിസിനസ്സും വാശിയും അഹങ്കാരവും ഒന്നുമില്ല, എപ്പോഴും ഹരി തന്നെയാണ് മനസ്സിൽ. തുടർന്ന് ഇപ്പോഴും സുജാത സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് നിത്യ വന്നിരിക്കുന്നു. അമ്മേ, ജ്യോതിയെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി കുറേ നേരം ഞാൻ അവളുടെ അടുത്തിരുന്നു. അവൾ ഇപ്പോഴും സംസാരിക്കുന്നില്ല. ഇത് കേട്ട് സുജാത കരയുമ്പോൾ നിത്യ പറയുന്നു, അമ്മ ഇങ്ങനെ കരയില്ലേ മോളെ, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മക്കളുടെ നേട്ടം കണ്ട് ആഘോഷിക്കണോ? ചെറിയ കാര്യമാണോ ഇത്? ഇത്രയില്ലാത്ത കുഞ്ഞാണെന്ന് കരുതിയതാണ്. മദ്യപിച്ച് ബോറും കെട്ടി വീട്ടിലേക്ക് വരിക. ഒരു മോനാണെങ്കിൽ ഇത് കണ്ട് സന്തോഷിക്കുന്നു. ജ്യോതിയെ ഈ അവസ്ഥയിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? ആ കണ്ടവരുടെ വീട്ടിൽ ഇപ്പോഴത്തെ ചർച്ച എന്തായിരിക്കും? സുജാതയുടെ മകള്, തറവാടിത്തത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ അഭിമാനം കൊള്ളുന്ന സുജാതയുടെ മകള്, അങ്ങനെയല്ലേ പറയുന്നത്? അവളെ ആരും കണ്ടിട്ടില്ലമ്മേ. ആരും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവളെ പെട്ടെന്ന് ദീപന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അമ്മ, തകർന്നു പോകാതിരിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്. പക്ഷേ ഞാൻ ഇപ്പം കരുതുകയാണ് അവളെ ആ അവസ്ഥയിൽ അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന്. എങ്കിൽ ഇത്രയും നാണക്കേട് അമ്മ സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. സോറി അമ്മേ എന്ന് നിത്യ പറയുന്നു. മോള് എന്നോട് ക്ഷമ പറയണ്ട. മോള് നല്ലതിനു വേണ്ടി മാത്രമേ ശ്രമിക്കൂ എന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ജ്യോതി ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ജീവന് സത്യസന്ധമായിട്ട് വേദന തോന്നിയിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്. ഒരു സംഭവം കൊണ്ട് എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇരിക്കരുത്. ആരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അമ്മ ഇനി ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ നിത്യ പറയുന്നു. അമ്മ, ജ്യോതി പ്രസവിച്ചപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തളർന്നു പോയി. കൈയും കാലും നേരെ ചെവി അനക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം കണ്ടെത്താനാകാതെ ഡോക്ടർ കുഴഞ്ഞുപോയി. രഘുവേട്ടനും ഞാനും ഇനി ഒരിക്കലും ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല എന്ന് വരെ കരുതി. രഘുവേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ടായിരുന്നു. ജീവൻ അന്ന് കുഞ്ഞാണ്. രഘുവേട്ടൻ എന്താണ് ചെയ്തത് എന്നറിയോ? ഒരു വശത്ത് ജ്യോതിമോളെ കൊണ്ടുവന്ന് കിടത്തി, അപ്പുറത്ത് ജീവനോടും ഇരിക്കാൻ പറയും. അങ്ങനെ രണ്ടുപേരോടും ഇങ്ങനെ മാറി മാറി സംസാരിക്കും. ജീവന്റെ കുട്ടിത്തമുള്ള സംസാരവും ജ്യോതിമോളുടെ കയ്യടിയും കാലിൻ്റെ അനക്കവും ഒക്കെ കേട്ടപ്പോൾ അമ്മ പതിയെ പതിയെ ജീവൻ തിരിച്ചു പിടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് പോലും അതിശയം തോന്നി. അന്ന് അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ മക്കളുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന്. അന്ന് ശീലിച്ചതാണ് അവരെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഈ നടപ്പ്. അവരെ സ്വപ്നം കണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതിയായ അമ്മയായിട്ട്. ഇപ്പോഴും അമ്മയുടെ ശരീരം തളർന്നിട്ടില്ല, പക്ഷേ മനസ്സാണ് പതറിപ്പോയത്. ശരിക്കും പതറിപ്പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സുജാത. ഇനിയും കുറേ സമയം സംസാരിച്ചാൽ അമ്മ വീണ്ടും കരയും. കിടക്കമ്മേ എന്ന് പറഞ്ഞ് നിത്യ സുജാത നിർബന്ധിക്കുകയാണ് കിടക്കാൻ. പറയുന്നത് കേൾക്കമ്മേ, അമ്മയുടെ മോളല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സുജാതയെ അവിടെ സമാധാനിപ്പിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് നിത്യ. ശേഷം കാണിക്കുന്നത് ജീവന്റെ മുറിയിലേക്ക് നിത്യ വന്നിരിക്കുന്നു. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ ജീവനോട് പറയുന്നു, അനുജത്തിയെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ, അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ അകത്ത് ഒരു അമ്മ കിടപ്പുണ്ട്. ആ അമ്മ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മ വിഷമിക്കണം, ചങ്ക് നീറിക്കിടന്ന് പെടയണമെന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞതല്ലേ? ആ അമ്മ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചത്? ഇപ്പോൾ എവിടെ പോയി നിങ്ങളുടെ ചങ്കൂറ്റം? എവിടെ പോയി നിങ്ങളുടെ അഹങ്കാരം? ഹോ, നിങ്ങളുടെ ഭാഷയിൽ എന്നും പറയാനുള്ള വർഗമാണ് അല്ലേ? തളർന്നും കിടക്കാനുള്ള ആളാണല്ലോ അല്ലേ പെണ്ണ്? അടിമയാണല്ലോ അല്ലേ?
ദേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അവസാനമായി പറയാണ്. എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താം, അനുസരിപ്പിക്കാം, അടിമയാക്കാം. പക്ഷേ അമ്മയുടെ നേരെ ഇനി കൈ ചൂണ്ടിയാൽ, അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ വായിന്ന് വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. ഇത് കേട്ടതും ജീവൻ എണീറ്റു. ദേഷ്യത്തോടെ ജീവൻ നിത്യയെ നോക്കുന്നു. നിത്യ പറയുന്നു, ഇനി എന്തിനെങ്കിലും നിങ്ങളുടെ ശബ്ദം ഉയരുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് നിങ്ങളുടെ അമ്മയാണ്. ആ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ജ്യോതിയോട് ചെയ്തതുപോലെ തലയടിച്ച് പൊളിക്കേണ്ടി വന്നാൽ ഞാനത് ചെയ്യാൻ മടിക്കില്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇത് കേട്ട് പുച്ഛത്തോടെ ചിരിക്കുകയാണ് ജീവൻ. അത്രയും പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുന്നു. ഒന്നുകൂടി നിത്യ തിരിഞ്ഞു നോക്കി. നാളെ അമ്മ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കുമ്പോൾ ഈ കുടുംബം ശാന്തമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ഇത്രയും പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുമ്പോൾ ജീവൻ ഒരു കൂസലുമില്ലാതെ എവിടെ എങ്ങനെ ഇരിക്കുന്നു. നാളെ അമ്മയോട് സോറി പറയണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. ഇന്നാണ് വീണയുടെ വളകാപ്പ് ചടങ്ങ്. കുറച്ച് ആൾക്കാരെയൊക്കെ അവിടേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേണുവും എന്തോ ഒരു സമ്മാനവുമായി വന്നു. ഹരിയാണെങ്കിൽ വളരെ ധൃതിയോടെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ സാംസം എത്തിയിരിക്കുന്നുണ്ട്. വീണയെ നിനക്ക് സുഖമാണോ എന്ന് വേണു ചോദിച്ചപ്പോൾ ഒരു താല്പര്യമില്ലാതെ ഓ എന്നാക്കുന്നു. എടീ, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, എന്തെങ്കിലും കുറവ് വന്നാൽ അപ്പോൾ പറയണം, അത് പരിഹരിച്ചേക്കാമെന്ന് ഹരി പറയുന്നു. നിനക്ക് വേണ്ടിയല്ലേ മോളെ ഇതൊക്കെ ചെയ്യുന്നത്, ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്നൂടെ എന്ന് അമ്മ അവൻ വീണയോട് പറയുമ്പോൾ വീണ പറയുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് സാംസ് ഹരിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്തോടെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹരി കുളിക്കാനായി പോകുന്നു. അമ്മാവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അമ്മാവൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ് ഹരി. എടാ മോനെ, നീ ഇത്ര കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു നല്ല വാക്ക് അവളുടെ വായിന്ന് വീഴുന്നില്ലല്ലോ, എന്ത് ചെയ്യാനാ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അവളുടെ സ്വഭാവം നമ്മൾക്കറിയാവുന്നതല്ലേ, വിട്ടേക്കേ. ഒരു പക്ഷേ പ്രസവം കഴിഞ്ഞ് അവൾ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നേക്കാം. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്നെ അച്ഛനായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് ആ സന്തോഷം മതി എന്നൊക്കെ സന്തോഷത്തോടെ പറയുകയാണ് ഹരി. ഇത് കണ്ട അമ്മാവൻ സങ്കടത്തോടെയും. ഇതേ സമയം ജ്യോതിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും ഉണരാനുള്ള ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. പതിയെ ഉണരുകയാണ് ജ്യോതി. അവിടേക്ക് ജീവൻ വന്ന് നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.